UDF-ൽ കുന്നമംഗലം നിയമസഭാ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം തുടരുകയാണ്. സീറ്റ് കേരള പ്രവാസി അസോസിയേഷന് വിട്ടുകൊടുക്കുന്നതിനെതിരെ മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി പാസാക്കിയ പ്രമേയം സംസ്ഥാന നേതൃത്വം അവഗണിച്ചു. കുന്നമംഗലം സീറ്റ് ലീഗ് നിലനിർത്തണമെന്നാണ് പ്രാദേശിക ഘടകത്തിന്റെ ആവശ്യം. മണ്ഡലത്തിൽ നിന്നുള്ള നേതാക്കളെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കണമെന്നും പ്രമേയത്തിലുണ്ട്. VS സഞ്ജിത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. VS സഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. കുന്നമംഗലം സീറ്റ് അങ്ങനെ ചൂടുപിടിച്ച് നിൽപ്പാണ്. സംസ്ഥാന നേതൃത്വം സീറ്റിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും പ്രാദേശിക ഘടകത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ VS സഞ്ജിത്ത്? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺ, 2022 മാത്രം രജിസ്റ്റർ ചെയ്യപ്പെടുകയും 2024 മുന്നണി പ്രവേശനം കിട്ടുകയും ചെയ്തൊരു പാർട്ടിക്ക് കുന്നമംഗലം പോലെ പ്രധാനപ്പെട്ടൊരു സീറ്റ് ലീഗ് വിട്ടുകൊടുക്കുന്നതിനെതിരെ ലീഗിനിടയിൽ തന്നെ വലിയ പ്രതിഷേധമുണ്ട്. കഴിഞ്ഞ 2 തവണയും ആ സീറ്റിൽ ലീഗല്ല മത്സരിച്ചത്. കഴിഞ്ഞ തവണ ദിനേശ് പെരുമണ്ണയ്ക്ക് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ അവസരം കൊടുത്തു. അതിന് മുന്നത്തെ തവണ T സിദ്ദിഖ് മത്സരിച്ചു. പകരം പേരാമ്പ്ര സീറ്റൊക്കെ ലീഗിന് കിട്ടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത്തവണ ലീഗ് തന്നെ ആ സീറ്റിൽ മത്സരിക്കണമെന്നും ആ സീറ്റ് ഒരു കാരണവശാലും കേരള പ്രവാസി അസോസിയേഷന് വിട്ടുകൊടുക്കരുതും എന്നാവശ്യപ്പെട്ടുകൊണ്ട് ലീഗിൻ്റെ മണ്ഡലം കമ്മിറ്റിയും അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെ മണ്ഡലം കമ്മിറ്റിയും അവിടെ പ്രമേയം പാസാക്കുകയും അവിടെയുള്ള പ്രാദേശിക നേതാക്കന്മാർ തന്നെ മത്സരിച്ചാൽ UDF ജയിക്കുന്ന സാഹചര്യം കുന്നമംഗലത്തിലുണ്ട് എന്നുള്ള രീതിയിൽ അവർ ഈ പ്രമേയത്തിൽ വിഷയം ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് PTA റഹീം ഇത്തവണ മത്സരിക്കുന്നില്ല എങ്കിൽ LDF മറ്റൊരു സ്ഥാനാർത്ഥിയെ പരിഗണിച്ചാൽ ആ മണ്ഡലത്തിൽ UDFന് വിജയസാധ്യത ഏറും എന്നുള്ളതാണ് UDFിൻ്റെ കണക്കുകൂട്ടൽ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ താരതമ്യേന പുതിയൊരു പാർട്ടിയായ കേരള പ്രവാസി അസോസിയേഷന് സീറ്റ് കൊടുക്കുന്നതിനെതിരെ മണ്ഡലത്തിൽ സുപരിചിതനല്ലാത്ത രാജേന്ദ്രൻ വെള്ളപ്പാലത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ മണ്ഡലത്തിലെ യൂത്ത് ലീഗിൻ്റെയും ലീഗിൻ്റെയും കമ്മിറ്റികൾ പ്രാദേശികമായി തന്നെ പ്രമേയം പാസാക്കിയിരുന്നു. മാത്രമല്ല കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനും പ്രാദേശികമായി ഈ വിഷയത്തോട് എതിർപ്പുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ ഉന്നയിച്ച പോലെ ഒരു പേഡ് സീറ്റ് ആരോപണം ഉൾപ്പെടെ കുന്നമംഗലം സീറ്റിനെതിരെ പ്രാദേശികമായി ഉയർത്തപ്പെടുന്നത്.